പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറി ഹോട്ടലിൽ നിന്ന് ഞങ്ങളിന്ന് ചെക്കൗട്ട് ചെയ്ത് ഞങ്ങളിന്ന് നേരെ പോകുന്നത് ഇന്നത്തെ ഒരു ഡെസ്റ്റിനേഷൻ ഹിറോഷിമയാണ്. പക്ഷേ ഹിറോഷിമ എത്തുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഇവിടെയും കുറച്ചും കൂടി കാഴ്ചകൾ കാണാനുണ്ട്. അതായത് നാരോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ആണ് ഞങ്ങൾക്കൊരു ക്ഷേത്രത്തിൽ സന്ദർശിക്കാനുള്ളത്. ബുദ്ധൻ്റെ ക്ഷേത്രം തന്നെയാണ്, പക്ഷേ ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലെ കാഴ്ചകൾ വളരെ രസകരമാണ്. ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു കപ്പലിൻ്റെ രൂപത്തിൽ ഒരു ഇത് കാണുന്നത് നമുക്ക് കാണാം. ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്തായിട്ടൊരു കപ്പൽ ഇങ്ങനെ വെച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ബസ് ഒരു സ്ഥലത്ത് നിർത്തി ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ കൂടെയുള്ള ആൾക്കാരെല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഞങ്ങൾ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നാരോ എന്ന് പറഞ്ഞിരിക്കുന്ന ആ സ്ഥലത്തിലെ ബുദ്ധക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് വീണ്ടും യാത്ര തുടരുകയാണ്. ഇവിടെ എല്ലാം സിസ്റ്റമാറ്റിക്കാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഓടി അങ്ങോട്ട് വണ്ടീൻ്റെ നടുവിൽ കയറി നിന്ന് ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ വണ്ടി നിർത്താതെ പോകുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. എല്ലാം സിസ്റ്റമാറ്റിക്കായി ഇവിടെ റോഡ് ക്രോസിങ്ങിൻ്റെ സിഗ്നൽ വരും. അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ നടന്നു പോവുക. നല്ല രസമുള്ള പാതകളാണ് നമ്മൾ നടന്നു പോകുമ്പോൾ കാണുന്നത്. ഇതെല്ലാം റെസിഡൻഷ്യൽ ഏരിയാസുമാണ്, ഓരോ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങൾ. അങ്ങനെ ഞാൻ നടന്ന് വീണ്ടും ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും മുന്നിൽ ഇങ്ങനെ നടന്നു പോകുന്നു, ഞാൻ പിന്നിൽ ചിത്രീകരിച്ചിങ്ങനെ പോകുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത. ഇവിടെ നിറച്ച് മാന് ഇങ്ങനെ പോകുന്നത് കാണാം. ആരും ഉപദ്രവകാരികളല്ല, വളരെ ഫ്രണ്ട്ലിയാണ്. ഇവിടെയും ചെറിയ ബ്ലോസത്തിൻ്റെ എല്ലാം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളെ പോലെ തന്നെ കുറേ ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്, ഗ്രൂപ്പായിട്ട് വന്നിട്ടുണ്ട്. അവരെ നയിക്കുന്ന ആൾക്കാരുണ്ട്. കയ്യിൽ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം പിടിച്ച് അവരെ നയിച്ചിങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു. ഇങ്ങനെ മാന് എന്തെങ്കിലും തീറ്റ കിട്ടുമോ എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് കൂടെ ഇങ്ങനെ നടക്കുന്നത്. അത് പലർക്കും കൗതുകമായൊരു കാര്യമാണ്. നേരെ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ കവാടം. ഈ ക്ഷേത്രത്തിൻ്റെ പേര് തൊഡായിജി ടെമ്പിൾ എന്നാണ് അതിൻ്റെ പേര്. ഈ ഗേറ്റിൻ്റെ പേര് നഡൈമോൺ ഗേറ്റ് എന്നാണ് പേര്. അങ്ങനെ ഞങ്ങൾ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കിടന്നു. ഇതാണ് നമ്മൾ നേരത്തെ കടന്ന ആ ഗേറ്റാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗേറ്റ്. അതായത് ഒരു 25 മീറ്ററോളം അതിന് വലിപ്പമുണ്ട്. അതാണ് ഏറ്റവും ഇവിടുത്തെ വലിപ്പമുള്ള ക്ഷേത്രത്തിൻ്റെ ഒരു കവാടം എന്ന് പറയുന്നത്. ഇതൊരു യുനെസ്കോ പ്രൊട്ടക്റ്റഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ്. ഈ ജപ്പാനിൽ കുറേ യുനെസ്കോ പ്രൊട്ടക്റ്റഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുണ്ട്. അധികവും ക്ഷേത്രങ്ങളും അതിൻ്റെ മേൽക്കൂര നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട അല്ലെങ്കിൽ ഇന്നലെ കണ്ട ക്ഷേത്രത്തെ പോലെ തന്നെ അധികം ബാംബൂവിനെ കൊണ്ട് പണിത ക്ഷേത്രമാണ്. അതായത് മേൽക്കൂര നന്നായിട്ട് ബാംബൂവിനെ കൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാ ക്ഷേത്രങ്ങളും പണി ചെയ്തിരിക്കുന്നത്. ഒരു കാരണം ഇവിടെ ഇഷ്ടം പോലെ ബാംബു കിട്ടും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടക്കുന്നു. ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ഡോറിൻ്റെ വലുപ്പമാണത്. പടുകൂറ്റൻ ഡോറാണ്. ആ ഡോറ് കഴിഞ്ഞ് ഉള്ളിലേക്കാണ് ഇനി നമ്മൾ കയറാൻ പോകുന്നത്. ശരിക്കും ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് വലിയ വുഡൻ സ്റ്റാച്യൂസ് എന്ന് പറയുന്ന ഒരു ഇതിനു വേണ്ടിയിട്ടും കൂടിയാണ്. നേരെ കാണുന്ന ബുദ്ധൻ്റെ ഒരു രൂപമാണ്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ഒരു കറുത്ത ബുദ്ധനെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഒരു പ്രത്യേക നിർമ്മിതിയാണത്. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, ടൂറിസ്റ്റുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഒഴുക്കാണ് ഏത് സ്ഥലത്ത് ജപ്പാനിൽ പോയാലും. നേരത്തെ കണ്ട നമ്മളെ ബുദ്ധൻ്റെ അടുത്തുള്ള മറ്റു കുറച്ച് സ്റ്റാച്യൂസും കൂടി ഇവിടെ ഇങ്ങനെ കാണാം. ഇത് ശരിക്കും പറയുന്നത് വേൾഡിലെ ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് ബുദ്ധ ആണ് എന്നാണ് പറയുന്നത്. അതായത് ബ്രോൺസ് സ്റ്റാച്ചു ആണിത് ബുദ്ധൻ്റെ. അതുതന്നെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ബുദ്ധൻ്റെ സ്റ്റാച്ചു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇങ്ങനെ പല രൂപങ്ങളും ഇവിടെ ഇങ്ങനെ കാണാം.
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചൈനീസ് ആയാലും അതല്ലെങ്കിൽ ജപ്പാനീസ് ആയാലും എവിടെയാണെങ്കിലും ഈ ക്ഷേത്രങ്ങളിൽ നിൽക്കുന്ന രൂപങ്ങളും എല്ലാം കുറച്ചൊരു ഫിറോഷ്യസ് ആയുള്ള രൂപങ്ങളായിരിക്കാം. കാരണം നമുക്ക് ദൈവത്തോട് ഒരു ഭക്തിയും ബഹുമാനവും എല്ലാം വരണമെങ്കിൽ അങ്ങനെ ഒരു ചെറിയൊരു രൂപത്തിൻ്റെ ഒരു കാര്യം വേണമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അതുമാത്രമല്ല, ഇവർക്ക് ഇവിടെ കൊടുക്കുന്ന ഓരോ ഞാൻ പറയുന്നത് അർപ്പിക്കുന്ന ഓരോ സാധനങ്ങൾ, നമ്മളിവിടെ പൂക്കൾ അർപ്പിക്കുന്ന പോലെ തന്നെ, നമ്മൾ ക്ഷേത്രങ്ങൾ പൂക്കൾ അർപ്പിക്കുന്ന പോലെ ഇവർ ക്ഷേത്രങ്ങളിൽ വേറെ പലതും, അതായത് പഴങ്ങളും പിന്നെ ഇഷ്ടപ്പെട്ട നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ വരെ അർപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. പുറത്തിങ്ങനെ വലിയൊരു ഗാർഡൻ പോലെയാണ്. വീണ്ടും നിങ്ങൾക്ക് ചെറി ബ്ലോസത്തിൻ്റെ ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ടല്ലോ. പടിക്കെട്ടുകൾ ഇറങ്ങി ഞങ്ങൾ താഴത്ത് എത്തി ഒന്നും കൂടി ഒന്ന് ഷൂട്ട് ചെയ്തു ക്ഷേത്രം. ഇത് ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ്. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ വേറൊരു ഭാഗത്ത്, അതായത് പുറമേ ഇറങ്ങി വേറൊരു ഭാഗത്തേക്ക് ഞങ്ങളെത്തി. ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ഒരു പുണ്യതീർത്ഥം പോലെ ഒരു സംഭവമുണ്ട്. ഇവിടെ വന്ന എല്ലാവരും കൈ കഴുകി, അതായത് നമുക്ക് പുണ്യാഹം പോലെ ഇവിടെ ഇങ്ങനെ എടുത്ത് ഇത് കുടിക്കുക, കൈ കഴുകാം, എന്നിട്ട് നമുക്ക് പുറത്തേക്ക് പോകാം. പുറത്തിറങ്ങുമ്പോൾ ഇവിടെ ഞാൻ ചെറിയ സൂവനീർ ഷോപ്പുകളും മറ്റും കാണാം. എല്ലാത്തിനും നല്ല വിലയാണ്. ടൂറിസ്റ്റുകളെ മെയിൻ ഉദ്ദേശിച്ചാണ് ഇവർ ഈ ഷോപ്പുകളെല്ലാം തുറന്നിരിക്കുന്നത് തന്നെ. പിന്നെ ജപ്പാനീസിലെ ഒരു ഏറ്റവും വലിയ വേറൊരു കൗതുകം എന്തെന്ന് വെച്ചാൽ, ഇവിടുന്ന് വാങ്ങിക്കുന്ന ഏത് സ്വീറ്റും ആർക്കും കഴിക്കാമെന്നൊരു, അതായത് ഇനിയിപ്പോൾ പ്രമേഹവും മറ്റുള്ളവർക്ക് പോലും കഴിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വലിയ മധുരമൊന്നും ഇല്ലാത്ത നല്ല സാധനങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. സ്വീറ്റാണെന്ന് പറഞ്ഞാലും അത്രയും വലിയ മധുരമൊന്നും ഉണ്ടാവില്ല. ഞങ്ങളുടെ കൂടെയുള്ള ഒരു സഹയാത്രിക മാനിനെയെല്ലാം പരിപാലിച്ച് ഇങ്ങനെ മുന്നിൽ നടക്കുന്നു. ഇവരെല്ലാവരും ട്രിവാൻഡ്രത്തു നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇവിടെ കുട്ടികൾക്കൊക്കെ വലിയൊരു കൗതുകമാണ്. ശരിക്കും പറഞ്ഞാൽ മാനിൻ്റെ വലിയൊരു പാർക്കും കൂടിയാണ് ഇവിടെ. പലരും മാനിൻ്റെ വെള്ളം കുടിക്കുന്ന സ്ഥലത്തെല്ലാം പോയി നിന്ന് അതിന് തീറ്റ കൊടുക്കുന്നു, കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഞാൻ ഇതിൻ്റെ എല്ലാം ചിത്രീകരണം ചെയ്യുന്നു. എൻ്റെ അടുത്തും വന്ന് കുറേ മാനൊക്കെ വന്ന് നിൽക്കുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ തീറ്റ ഇല്ലാത്തതിനെ കൊണ്ട് വലുതായി അടുക്കുന്നില്ല എന്ന് മാത്രം. വീണ്ടും ഞങ്ങൾ നടന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞ് ഉച്ചഭക്ഷണത്തിനായിട്ടാണ്. ഒരു തനത് ജപ്പാനീസ് ഉച്ചഭക്ഷണമാണ്. ബുഫേ അല്ല, അവിടെ കൊണ്ടുതരുന്നതാണ് ഇവരുടെ ഭക്ഷണം. ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാം ഭക്ഷണം കഴിച്ച് വീണ്ടും ബസ്സിൽ കയറി യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ നാരോനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ്. പോകുമ്പോഴും ആ ക്ഷേത്രത്തിൻ്റെ പരിസരവും മറ്റും എല്ലാം കാണാം. ഇപ്പോഴും ജനങ്ങൾ ഇഷ്ടം പോലെ അവിടെ വരുന്നതും അവിടെ തങ്ങി നിൽക്കുന്നതൊക്കെ കാണാമല്ലോ. ഇനി ഞങ്ങളുടെ യാത്ര ഹിറോഷിമയ്ക്കാണ്. ഷിൻ ഒസാക്ക സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ്, ഒരു പടുകൂറ്റൻ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ്റെ മുകളിലേക്ക്, അതായത് ഞങ്ങൾ ചെക്കിനെല്ലാം ചെയ്ത് ഉള്ളിലേക്ക് കയറി ട്രെയിൻ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഷോപ്പിംഗ് മാളും റെയിൽവേ സ്റ്റേഷനും എല്ലാം കൂടി അടക്കമാണ് ഇവിടെയുള്ളത്. നമ്മുടെ നാട്ടിലെ പോലെ ചെറിയ റെയിൽവേ സ്റ്റേഷൻസോ ഒന്നുമല്ല, ബഹുത് ആയുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണിത്. അതും ഞങ്ങൾ ഇന്ന് പോകുന്ന ട്രെയിൻ എന്ന് പറയുന്നത് ഒരു സ്പീഡ് ട്രെയിനാണ്, ഹൈ സ്പീഡ് ട്രെയിൻ. അപ്പോൾ ഇതും കൊണ്ടും എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടും ഭയങ്കര രസത്തോടു കൂടിയൊക്കെ ഇരിക്കുകയാണ്. ഇതെല്ലാം ഇവിടുത്തെ ചോക്ലേറ്റ്സും മറ്റുമൊക്കെയാണ്. ചിലരൊക്കെ ഷോപ്പിങ്ങിന് വേണ്ടി പോയി, എന്നാലും എല്ലാവരും തിരിച്ച് കൃത്യസമയത്ത് തന്നെ തിരിച്ചെത്തുകയും ചെയ്തു. ഞങ്ങളങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. ട്രെയിൻ ടിക്കറ്റ് എല്ലാം കിട്ടി. ട്രെയിനിൻ്റെ അടുത്തേക്ക് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നു. ഇതാണ് ഞങ്ങൾ പോകുന്ന ട്രെയിൻ, ഹൈ സ്പീഡ് ട്രെയിൻ. എല്ലാവർക്കും കൂടി ഒരു ബോഗി തന്നെയാണ് ഞങ്ങൾക്ക് സീറ്റിംഗ് കിട്ടിയത്. അപ്പോൾ എങ്ങനെ അവിടെ കയറണം, എത്ര മണിക്കാണ് അവിടെ എത്തുക, ഇറങ്ങണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഈ ട്രെയിന് അല്ല ഞങ്ങൾ പോകുന്നത്, പക്ഷേ ഇതുപോലൊരു ട്രെയിനിലാണ് ഞങ്ങളുടെ യാത്ര.
പല ട്രെയിനുകളും ഇവിടെ വരുന്നുണ്ട് ഒരേ സ്പീഡിലുള്ള. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ 1 മിനിറ്റോ 2 മിനിറ്റോ നിർത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ലഗേജ് എല്ലാം കയറ്റണം. അപ്പോൾ എവിടെ നിൽക്കണം, എത്ര പേര് ഏതൊക്കെ ബോഗിയിലൂടെ കയറണം എന്നുള്ളതിനെ പറ്റിയുള്ള പല ചർച്ചകളൊക്കെയാണ് നേരത്തെ നടന്നത്. ഇതാണ് ട്രെയിനിൻ്റെ ഡ്രൈവർ എന്ന് വേണമെങ്കിൽ പറയാം, ട്രെയിൻ പൈലറ്റ്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി കറക്റ്റ് സമയത്ത് തന്നെ ട്രെയിൻ എടുത്തു. ഇത് ശരിക്കും ഒസാക്കയുടെ ഒരു ബാക്കിലൂടെ, അതായത് ഒസാക്ക എന്ന രാജ്യത്തിൻ്റെ പിൻഭാഗത്തിലൂടെയാണ് ശരിക്കും ട്രെയിൻ പോകുന്നത്. ഞാൻ ചെറുതായി ഒരു സെൽഫി വീഡിയോ എല്ലാം എടുത്തു. പലർക്കും ഞാൻ ഈ ക്യാമറേൻ്റെ ഇതെല്ലാം ചെയ്യുമ്പോൾ വളരെ കൗതുകമായിട്ട് തന്നെ തോന്നുന്നത്. ഇതാണ് ട്രെയിനിലെ ഇരിപ്പിടങ്ങൾ ഓരോരുത്തർക്കുമുള്ള ഉള്ളിലെ കാഴ്ചയാണിത് ട്രെയിനിൻ്റെ. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ ടൂർ ഗൈഡ് ജിസ് ആണ് ഇപ്പോൾ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. ഓരോരുത്തരും ഇരുന്ന് ഓരോ കാഴ്ചകളിലേക്കൊക്കെ നോക്കുന്നു. ഞാൻ നേരത്തെ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ജപ്പാൻ എന്ന് പറഞ്ഞാൽ മലകളാൽ മൂടപ്പെട്ട ഒരു സ്ഥലമായതിനെ കൊണ്ട് ബസ്സിൽ പോയാലും ട്രെയിനിൽ പോയാലും ഏറ്റവും അധികം തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഏറ്റവും അധികം തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിലൂടെ റോഡുകളും റെയിൽവേയും എല്ലാം കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം. അതാണ് ശരിക്കും പറഞ്ഞാൽ ജപ്പാൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ എല്ലാവരും, ചിലരൊക്കെ ഉറക്കത്തിലേക്ക് വീണു, ചിലർ പാട്ടെല്ലാം കേട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര ഇങ്ങനെ മുന്നോട്ടേക്ക് പുരോഗമിക്കുകയാണ് ട്രെയിനിലൂടെ. അങ്ങനെ ഞങ്ങൾ ഹിരോഷിമ എന്ന് പറയുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനമുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ കാലുകുത്തിയിരിക്കുന്നത്. എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടുകൂടി, കാരണം അറിയാലോ ഹിരോഷിമയുടെ ചരിത്രമെല്ലാം. ഇങ്ങനെയാണ് ഇവിടെ ട്രെയിനിൻ്റെ പൈലറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്ത് അവർ മാറിക്കയറുക. ഇവിടെ എല്ലാം വളരെ ബഹുമാനപൂർവ്വമാണ് അവർ പരസ്പരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുത്തുകൊണ്ട് ബഹുമാനം വാങ്ങിക്കുക എന്നാണ് ഇവരുടെ ഒരു ശീലം. ഇവിടെ ഇങ്ങനെ വെൽക്കം ടു ഹിരോഷിമ എന്ന് പറഞ്ഞിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹിരോഷിമയിലേക്ക് ഇപ്പോൾ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് കടന്നിരിക്കുന്നു. ഞാൻ ഈ രാജ്യത്തിലേക്ക്, അതായത് ഹിരോഷിമ എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് എത്തുമ്പോൾ ഒരു കാലത്ത് ഒന്നുമല്ലാതാക്കിയ, ഒരു ഭസ്മം പോലെ ആക്കി മാറ്റിയ, ലോകത്തിനെ പോലും ഞെട്ടിച്ച ആറ്റം ബോംബ് എന്ന് പറയുന്ന ഒരു വലിയൊരു സ്ഫോടനം നടന്ന ഒരു സ്ഥലം. ഇന്നത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ആൾക്കാരോട് അത് പറഞ്ഞാൽ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാവോ ഇവിടെ എന്ന് പോലും ചോദിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ ഡെവലപ്മെൻറ്റ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബസ് കയറി ഞങ്ങൾ യാത്ര തുടർന്നു. ഹിരോഷിമയുടെ ഡൗൺ ടൗൺ ആണിത്. ഇപ്പോൾ ഇവിടുത്തെ ഡെവലപ്മെൻറ്റും മറ്റും കണ്ടാൽ ശരിക്കും അന്താളിച്ചു പോകും. ആറ്റം ബോംബ് വീണാലും ഇല്ലെങ്കിലും ഇവിടെയുള്ള ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഭൂമികുലുക്കം തന്നെയാണ്. അത് സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട്. ദുരന്തം ഒഴിയാത്തൊരു രാജ്യമാണ് ജപ്പാനെങ്കിലും അവർ ദുരന്തത്തോടു പോലും പോരാടി മുന്നേറുന്ന ഒരു ജനവിഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതമെന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുക, മരണം വരെ ജോലി ചെയ്യുക എന്നൊരു രീതിയാണ്. അങ്ങനെ ഞങ്ങൾ രാത്രി ഭക്ഷണത്തിനായി ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി. നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതെന്താ ഇത്ര നേരത്തെ രാത്രി ഭക്ഷണം? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടുത്തെ ഒരു ഭക്ഷണ രീതി പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 6-7 മണീൻ്റെ ഉള്ളിലും, ലഞ്ച് ഒരു 1 മണീൻ്റെ ഉള്ളിലും, ഡിന്നർ രാത്രി 7 മണീൻ്റെ ഉള്ളിലും തീരും. അങ്ങനെ ഞങ്ങൾ ഹിരോഷിമയിലെ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്തു. ഇതാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്ന ഹോട്ടൽ. ഇവിടെ ചായേൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ റൂമിലേക്ക് കൊണ്ടുപോകാം. ദൈവ റോയനറ്റ് ഹോട്ടൽ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഇവിടെയുള്ള ഹോട്ടലിൽ ഏറ്റവും വലിയൊരു വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അഥവാ നമ്മളെ കയ്യിൽ യൂറോപ്യൻ ടൈപ്പ് ചാർജർ ഇല്ലെങ്കിലും ഇവരുടെ ഓരോ റൂമിലും അതുണ്ടാവും. ഇതാണ് എൻ്റെ റൂം. അന്ന് രാത്രി ഞാൻ അവിടെ കടന്നു.